നമുക്കിന്നൊരു ദോശ ഉണ്ടാക്കാം. ആ ദോശയ്ക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു സവാള, പിന്നെ ഒരേ അളവിൽ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും എടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ കണക്ക് 3 സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുക. ഈ സ്പൂണിന് 3 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും സവാളയും ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗോതമ്പ് മാവ് അരിപ്പൊടിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ തക്കാളിയും സവാളയും കൂടെ അടിച്ച് വെച്ചേക്കുന്ന ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് അടിച്ചുകൊണ്ട് വരാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാണ്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ദോശയുടെ പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് 10 മിനിറ്റ് ഇത് വച്ചേക്കാം. 10 മിനിറ്റ് ഇത് വെച്ചിരുന്നിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ കല്ല് ചൂടായിട്ടുണ്ട്. എണ്ണ തേച്ചു. ഉപ്പ് ചേർത്തായിരുന്നു ഞാൻ മാവ് അടിച്ചതേ. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ചതിന് നമുക്ക് ഇതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കാം. നന്നായിട്ട് നിരത്താം. ദോശ കോരി ഒഴിച്ച് നന്നായിട്ട് നിരത്തി നമുക്കിത് തിരിച്ചിടണം. ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചമ്മന്തി കറിയാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ഞാൻ കടലക്കറിയാണ് വെച്ചത്. കടലക്കറിയുടെ ടേസ്റ്റാണ്. നിങ്ങളത് വെച്ച് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്കിത് കഴിക്കാം.